പ്രത്യേകിച്ച് ഇതുവരെ ആരും ഒരു ദോഷവും പറഞ്ഞിട്ടില്ല. വളരെ മാന്യനാണ്. പുള്ളിയുടെ കയ്യിൽ ഈ വകുപ്പ് ഏൽപ്പിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും കൊടുക്കേണ്ടിയിരുന്നത്. അവരാരും ഇതിന് സന്നദ്ധരല്ലാത്തതുകൊണ്ടും ഈ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കേരള കോൺഗ്രസ്സിന് കൊടുക്കണമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ കോൺഗ്രസ്സിലുള്ള ഒരു സത്യ കത്തോലിക്കൻ എന്ന രീതിയിൽ റോജിയാണ് ഈ ആർച്ച് ബിഷപ്പും മറ്റാളുകളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിന് സന്നദ്ധനും എന്താണ് എല്ലാ തരത്തിലും ഒത്താശ ചെയ്യുന്ന ആളുമാണ് സതീശൻ. കാരണം കത്തോലിക്ക മതമേലധ്യക്ഷന്മാരെ വെറുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് തുടരാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പോലും പറ്റില്ല, പിന്നെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ റോജിക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ലീഗുകാരും പോട്ടെ, ഇനിയിപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് ഭരിക്കാം. അതിന് പകരമായിട്ട് അവർ ചോദിച്ച വകുപ്പ് ഫിഷറീസാണ്. ഫിഷറീസിന് അങ്ങനെ വലിയ താല്പര്യക്കാരുമില്ല. പണ്ട് ഈ കെ ബാബു, അതിന് മുമ്പ് ഡൊമിനിക് പ്രസൻറ്റേഷൻ, അതിനു മുമ്പ് കെ വി തോമസൊക്കെ കൈയാളിയ വകുപ്പാണ്. വലിയ ഗ്ലാമറുള്ള വകുപ്പൊന്നുമല്ല. അപ്പോൾ ലീഗിന് ഫിഷറീസ് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അടുത്ത കോടാലി വരുന്നത്. ഇവിടെയാണ് തർക്കം വരുന്നത്.